വാർത്തകളിലേക്ക് വിശദമായി. നിയമസഭാ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ആഗ്രഹമുണ്ടെന്ന് ജി കാർത്തികേയൻ. സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാനാണ് തനിക്ക് ആഗ്രഹമെന്നും ജി കാർത്തികേയൻ വ്യക്തമാക്കി. ഇക്കാര്യം KPCC അധ്യക്ഷൻ VM സുധീരൻ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, AK ആന്റണി എന്നിവരെ അറിയിച്ചിട്ടുണ്ടെന്നും ജി കാർത്തികേയൻ പറഞ്ഞു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങി. നിയമസഭാ സമ്മേളനത്തിന് ശേഷം സ്പീക്കർ സ്ഥാനം ജി കാർത്തികേയൻ രാജിവെക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചുകൊണ്ട് നിയമസഭാ മന്ദിരത്തിലാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. വാർത്താസമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്പീക്കർ സ്ഥാനം താൻ രാജിവെക്കുകയാണെന്നും ഇക്കാര്യം മുഖ്യമന്ത്രിയെയും AK ആന്റണിയെയും VM സുധീരനെയും അറിയിച്ചിട്ടുണ്ടെന്നും കാർത്തികേയൻ വ്യക്തമാക്കി. പദവികൾ ലക്ഷ്യമിട്ടല്ല രാജിയെന്നും വിവാദങ്ങൾ ഒഴിവാക്കാനാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം തുറന്നു പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഈ ചുമതലയിൽ നിന്നും ഒഴിയാനുള്ള അനുവാദം നൽകണമെന്ന് പാർട്ടി നേതാക്കന്മാരെ കണ്ട് ഞാൻ അഭ്യർത്ഥിച്ചു. ഇപ്പോഴും സ്പീക്കറായിരുന്ന സമയത്തും സ്പീക്കറായിരുന്നപ്പോൾ പൂർണ്ണമായും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോഴും അതാണ്. പക്ഷെ പദവിയിലേക്ക് എന്നെ എത്തിച്ചത് പാർട്ടിയാണ്. ഒരു സ്ഥാനം ഒഴിയണമെങ്കിൽ പാർട്ടിയുടെ അനുവാദം വേണം. ഞാൻ ശ്രീ AK ആന്റണിയെയും മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെയും KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരനെയും മൂന്ന് പേരെയും കണ്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ അറിയിച്ചു. ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം രാജിവെക്കുന്നതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായ എതിർപ്പുണ്ട്. കാർത്തികേയന്റെ രാജിയോടെ സംസ്ഥാന മന്ത്രിസഭയിൽ സമഗ്ര പുനഃസംഘടന ഉണ്ടാകുമെന്ന് ഉറപ്പായി. കാർത്തികേയനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന. KC ജോസഫായിരിക്കും പകരം സ്പീക്കർ. ഇതോടൊപ്പം പ്രധാന വകുപ്പുകൾ ലഭിക്കണമെന്ന A ഗ്രൂപ്പിന്റെ ആവശ്യം പരിഹരിക്കാനും നീക്കം ഉണ്ടായേക്കും. TN പ്രതാപൻ, VD സതീശൻ, K മുരളീധരൻ എന്നിവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇതോടെ കോൺഗ്രസിലെ ചേരിപ്പോരുകൾ രൂക്ഷമാകുമെന്ന് ഉറപ്പായി. ന്യൂസ് ഡെസ്ക് NTV. ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിയുന്നതോടെ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിരിക്കുകയാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളും സാമുദായിക സമവാക്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രമേ മന്ത്രിസഭാ പുനഃസംഘടന സാധ്യമാവുകയുള്ളൂ. ഇതോടൊപ്പം KB ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് R ബാലകൃഷ്ണപിള്ള ആവശ്യപ്പെട്ടാൽ അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നുള്ള നല്ല നാളുകൾ കോൺഗ്രസിൽ അവസാനിക്കുന്നുവെന്നാണ് ജി കാർത്തികേയന്റെ രാജി തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് മന്ത്രിസഭാ പുനഃസംഘടനയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ഇനി അത് അത്രയ്ക്ക് എളുപ്പമാകില്ലെന്നും ഉറപ്പായി. I ഗ്രൂപ്പിന്റെ കയ്യിലുള്ള പ്രധാന വകുപ്പുകളിൽ ഒന്നെങ്കിലും പിടിച്ചെടുക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെയും A ഗ്രൂപ്പിന്റെയും ആദ്യ ലക്ഷ്യം. മന്ത്രിസഭയിലെ അംഗസംഖ്യ പരമാവധിയിൽ എത്തിയതിനാൽ ആരെയെങ്കിലും ഒഴിവാക്കാതെ കാർത്തികേയനെ ഉൾപ്പെടുത്താനുമാകില്ല. കാർത്തികേയന് അർഹമായ സ്ഥാനം നൽകണം എന്നു തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്രീ കാർത്തികേയനെ പോലുള്ള ഒരു മുഴുവൻ സമയവും സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു ആഗ്രഹമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു അനുസരിച്ച് ഒരു നയപരിപാടി അനുസരിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അതിനെ സംബന്ധിച്ചിടത്തോളം അനുമതി കൊടുക്കേണ്ടത്. ചെറിയൊരു പുനഃസംഘടനയാണ് മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നതെങ്കിൽ KC ജോസഫിനെയോ VS ശിവകുമാറിനെയോ സ്പീക്കർ ആക്കി കാർത്തികേയന് ആ വകുപ്പ് നൽകാം. CN ബാലകൃഷ്ണനെ ഒഴിവാക്കിയുള്ള പുനഃസംഘടനയും പരിഗണനയിലുണ്ട്. എന്നാൽ കാർത്തികേയൻ സഹകരണ വകുപ്പ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുമെന്ന് കരുതാനാകില്ല. ഇതിനിടെ ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാട് ബാലകൃഷ്ണപിള്ള ആവർത്തിച്ചേക്കും. അംഗസംഖ്യ കൂടിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വകുപ്പ് ലഭിക്കണമെന്ന് RSPയും ആവശ്യപ്പെടാം. നിലവിലുള്ള വകുപ്പുകളിൽ ഒന്നുപോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് I ഗ്രൂപ്പ് കൂടി നിലപാട് കർശനമാക്കിയാൽ കോൺഗ്രസിലെ പ്രതിസന്ധി അതിരൂക്ഷമാകും. ന്യൂസ് ഡെസ്ക് NTV. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നു
സ്പീക്കർ സ്ഥാനം രാജിവെക്കുകയാണെന്ന് ജി കാർത്തികേയൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ വിഷയമാണ് പ്രൈറ്റായി ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നു KPCC വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ, മറ്റൊരു വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ. ഇത്രയും പേർ കേരളത്തിൽ നിന്നും നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇടതുപക്ഷ നിരൂപകൻ ശ്രീ വാഹിദ് നാട്ടിക, ഇരുവരും നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ അജി കുര്യാക്കോസ്, വളരെ കൃത്യമായി തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഇപ്പോൾ വേണ്ട എന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെ ഒരു മാനസിക നിലപാടെടുക്കുമ്പോൾ അതെല്ലാം മാറ്റി മറിച്ച് സ്പീക്കർ സ്ഥാനത്തു നിന്നും വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാർത്തികേയൻ തന്നെ തുറന്നു പറയുന്നു. ഇനിയിപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഇല്ല എന്ന് കോൺഗ്രസിന് പറയാനും അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല. അതല്ലേ സാഹചര്യം? നമ്മളിപ്പം എഴുതാപ്പുറം വായിക്കുന്നത് എന്തിനാ? കാരണം കേരളം കണ്ടിട്ടുള്ള വെച്ചാൽ ഏറ്റവും നല്ല സ്പീക്കർ എന്നുള്ള പേര് ലഭിച്ചിട്ടുള്ള ആളാണ് ശ്രീ കാർത്തികേയൻ. അതിൽ ആർക്കും തടസ്സമില്ല. കാർത്തികേയനെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം കേരളത്തിലെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തനം നടത്തുകയും പ്രചരണം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയും സീനിയർ കോൺഗ്രസ് നേതാവും, ഒപ്പം തന്നെ കേരളത്തിലെ ഒരുവിധം എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചരണം നടത്തി കഴിഞ്ഞ ഒരു നേതാവുമാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് 31-ാം തീയതി, വരുന്ന ഓഗസ്റ്റ് 31-ാം തീയതി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് കോൺഗ്രസിൻ്റെ. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുന്നതോടൊപ്പം തന്നെ KPCC പുനർസംഘടന വരാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്പീക്കർ എന്ന രീതിയിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷമായുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്നുള്ളത് എതിരാളികൾക്ക് പോലും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കാറിൽ പ്രത്യേകിച്ച് ഒരു കതറിട്ട ഒരു വ്യക്തിയെ പോലും കയറ്റാൻ സമ്മതിക്കാത്തൊരു വ്യക്തിയാണ് ശ്രീ കാർത്തികേയൻ. അപ്പോൾ അദ്ദേഹം അത്തരത്തിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതക്കാരനല്ല. കാരണം പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ഒരു വനവാസത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തിന് അത് പ്രായമായിട്ടില്ല, മാത്രമല്ല അദ്ദേഹത്തിന് അത് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സ്പീക്കർ ആവുന്നതിന് വേണ്ടി തയ്യാറായി എല്ലാ പാർട്ടിയുടെ എല്ലാ നേതാക്കളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ ആവുകയാണ് ശ്രീ കാർത്തികേയൻ ചെയ്തിട്ടുള്ളത്. വളരെ വ്യക്തമായ എല്ലാ പൊളിറ്റിക്കൽ വിദ്യാർത്ഥികൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ 31-ാം തീയതി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വരുന്നു. ഈ സ്പീക്കർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കാരണം സ്പീക്കർക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വം നേടാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ നിയമസംഹിതയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വ്യക്തമായ ചില താല്പര്യങ്ങളും അദ്ദേഹത്തിന് കോൺഗ്രസ് സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്ന താല്പര്യവും ഉണ്ട് എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്പീക്കർ ശ്രീ കാർത്തികേയൻ സ്പീക്കർ സ്ഥാനത്ത് മാറിയതോട് പുനർസംഘടന വേണമെന്നുള്ള നിർബന്ധമൊന്നും ആർക്കുമില്ല. ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഞാനത് സൂചിപ്പിക്കേണ്ടായി. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ളത് KPCC നേതൃത്വത്തോടും ഒപ്പം തന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കളോടും അതിനുശേഷം സംഘടനയിലെ എല്ലാ KPCC എക്സിക്യൂട്ടീവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഒരു തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും. അത് അറിയിച്ചതിന് ശേഷം അത്തരത്തിലൊരു പുനഃസംഘടന വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരി, ഞാൻ പറയാം. ശ്രീ വാഹിദ് നാട്ടിക, ഇതാണോ സംഘടനാ പ്രവർത്തനത്തിലേക്ക് തിരിയുക? അതാണോ കാർത്തികേയൻ ലക്ഷ്യം വെക്കുന്നത്? കാർത്തികേയൻ പറയുന്നുമുണ്ട്, എനിക്ക് സംഘടനയിൽ ഒരു സ്ഥാനവും വേണ്ട, വളരെ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കണമെന്ന്. സംഘടനാ പ്രവർത്തനത്തിലേക്ക് മാത്രമാണ് കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം രാജിവെച്ച് വരുന്നത് എന്ന് ഒരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാമോ? സാമാന്യ ബുദ്ധിയിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പോൾ അജി പറഞ്ഞ പോലെ വളരെ നിർഗുണമായ കാര്യങ്ങളാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ്. കാർത്തികേയൻ 2-3 കാരണങ്ങളുണ്ട് കാർത്തികേയനെ സംബന്ധിച്ച്. ഒന്ന്, ഇദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കാനുള്ള മോഹം 3 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ സമ്പത്ത് MP വളരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുകയും അത്തരത്തിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു അവസ്ഥ അദ്ദേഹത്തിന് സ്വയം ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാന ഘടകം. 2, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങൾ വളരെ വലിയ രീതിയിൽ മൂർച്ഛിച്ച് നിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഞാൻ താങ്കളിലേക്ക് വരാം. KPCC വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അക്കാര്യം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ജി കാർത്തികേയൻ പറയുന്നത്. ജി കാർത്തികേയനെ വെറും ഒരു MLA ആയി നിയമസഭയിൽ ഇരുത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് ഔചിത്യമുള്ള ഒരു കാര്യമല്ല. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു അംഗത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക തന്നെ
വേണം, അതാണ് കുറെ കൂടി ശരിയെന്നും തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു പുനഃസംഘടന, ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന അനിവാര്യമാവുകയല്ലേ? ഹലോ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കേൾക്കാമോ? കട്ടായി പോയി തോന്നുന്നു. ശ്രീ വാഹിദ് നാട്ടിക, താങ്കൾ പറഞ്ഞു വന്നതിലേക്ക് തുടരാം. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ശക്തനായ ഒരു നായർ ഉണ്ടാകണം എന്നുള്ളത് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു നായർ മന്ത്രിസഭയിൽ ഉണ്ടാവുകയും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ, കാരണം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ വക്രബുദ്ധിയുടെ രാജാവാണ്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇത്രയേറെ വക്രബുദ്ധി, നമ്മൾ പണ്ട് കരുണാകരനെ പെരുന്തച്ചൻ എന്നൊക്കെ പറയുമായിരുന്നെങ്കിലും ഇത്രയേറെ വക്രബുദ്ധിയോടുകൂടി രാഷ്ട്രീയം കൈകാര്യം ചെയ്തൊരു വ്യക്തി കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ വരാം ഒരിക്കൽ കൂടെ. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും നമ്മളോടൊപ്പം ലൈനിലെത്തിയിട്ടുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ജി കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ വെറും ഒരു MLA ആയി ജി കാർത്തികേയനെ നിയമസഭയിൽ കാണുക എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഔചിത്യമായി തോന്നുന്നില്ല. വളരെ മുതിർന്ന ഒരംഗമാണ്, മുൻ മന്ത്രിയാണ് KP. അപ്പോൾ ഇത്രയും മുതിർന്ന ഒരാളെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടനയല്ലേ ഇനി അനിവാര്യമാകുന്നത്? ഒരിക്കലുമല്ല. ശ്രീ കാർത്തികേയൻ കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് സ്പീക്കർ ആകുന്നത് വരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും സർവ്വസാന്നിധ്യമായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം സ്പീക്കർ പദവി അലങ്കരിച്ച കാലയളവിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷമായും നീതിപൂർവമായും സ്പീക്കർ പദവിയോട് പരിപൂർണമായി കൂറു പുലർത്തി പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. ഇപ്പൊ അദ്ദേഹം ആ സ്ഥാനം ഒഴിയാൻ താല്പര്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ 2ആണ്. ഒന്ന്, കോൺഗ്രസ് സംഘടന അതിന്റെ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 31-ാം തീയതി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാകുന്നു. അപ്പൊ ഹൈക്കമാൻഡിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്പീക്കർ സ്ഥാനത്ത് തുടർന്നാൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് എടുക്കാനോ KPCC മെമ്പറായി മത്സരിക്കാനോ സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെടാനോ ഒരു കാരണവശാലും സാധ്യമല്ല. അതുകൊണ്ട് സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം കേരളത്തിലെ സ്പീക്കർ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാരണം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലം UDFന്റെ ഒരു ശക്തി ദുർഗമാണെന്ന് പറയാം. അല്ല, പക്ഷേ അവിടെ തന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം താങ്കൾ പറയുന്നത് പോലെ ഒരു സ്പീക്കർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ പാർട്ടിയുടെ അംഗത്വം എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ ആ സ്പീക്കറായി അവിടെ N ശക്തൻ വന്നാലും KC ജോസഫ് വന്നാലും ഒക്കെ ഇതേ അവസ്ഥ തന്നെയാണ്. അവർക്ക് പാർട്ടി അംഗത്വം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരും പുനഃസംഘടനയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്. അത്രയ്ക്ക് അതാണോ ഇതിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് കാർത്തികേയൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇക്കാര്യത്തിൽ? കാർത്തികേയൻ ഇപ്പൊ സ്പീക്കറായി തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള മൗലികമായ അവകാശം അദ്ദേഹത്തിനുണ്ടല്ലോ. അതിനകത്ത് ഇപ്പൊ പാർട്ടി ഓഫീസർ കൈകടത്തുന്നത് ശരിയല്ലല്ലോ. സ്പീക്കറായി തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ആത്യന്തികമായ അധികാരം അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൽ തനിക്ക് പദവിയിൽ തുടരാനാവില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാൻ മറ്റാർക്കും അവകാശമില്ല. പിന്നെ അദ്ദേഹം ഏത് പദവി അലങ്കരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനാണ്. അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണെന്നുള്ള ഇതേ ഇല്ല. അതുകൊണ്ട് ഈ കാർത്തികേയൻ വർഷങ്ങളോളം കോൺഗ്രസ് പാർട്ടിയിൽ താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും യാതനകളും ഒക്കെ അനുഭവിച്ച് രാഷ്ട്രീയ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പദവി ഇല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതിന് സ്പീക്കർ ആകേണ്ട കാര്യമില്ല, മന്ത്രിയാകേണ്ട കാര്യമില്ല. ഒരു പദവി ഇല്ലെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുന്ന ഒരാളാണ് ശ്രീ കാർത്തികേയൻ. കാർത്തികേയനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇനി വരുന്ന സ്പീക്കർ, ആ സ്പീക്കർക്ക് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അതുപോലെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വ്യക്തമാക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇരിക്കുന്നത് ഒരാൾക്കുള്ളൂ. നേരെ മറിച്ച് സ്പീക്കറായിരുന്നുകൊണ്ട് സജീവ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആ പദവിയോട് കാണിക്കുന്ന ഒരു അനീതിയാണെന്നുള്ളത് കൊണ്ട് അന്തസ്സുള്ള ആരും ആ പദവിയിൽ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ,
വളരെ ഒരു അനൗചിത്യമില്ലേ ഇക്കാര്യത്തിൽ? ഒന്ന്, ഇന്ന് മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് പറയുന്നുണ്ട് മന്ത്രിസഭാ പുനഃസംഘടന അനിവാര്യമാണ്, മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു, മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് സ്പീക്കർ സ്ഥാനം ഒഴിവ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു സ്പീക്കർ വേണം, അത് നിലവിലുള്ള ഒരു മന്ത്രിയെ അങ്ങോട്ട് ഉൾപ്പെടുത്താം, അതുമല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുവരാം. മന്ത്രിസഭാ പുനഃസംഘടന അത് ചെറുതും വലുതുമാണെങ്കിൽ ഏത് തന്നെയാണെങ്കിലും അത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം. ഐ ഗ്രൂപ്പ് അതിനെ എതിർക്കാനുള്ള കാരണം വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞാൽ ഐ ഗ്രൂപ്പിന്റെ കയ്യിലുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ്, അത് റവന്യൂ, ആഭ്യന്തരം, ആരോഗ്യം, ടൂറിസം, സഹകരണം, അത് ഏതെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള തോന്നൽ കൊണ്ടല്ലേ? താങ്കളൊക്കെ എഴുതാപ്പുറം വായിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തലയും അതുപോലെ കേരളത്തിലെ ഗ്രൂപ്പുകാർ ഏകകണ്ഠമായിട്ടാണ് ശ്രീ കാർത്തികേയനെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എഴുതി കൊടുത്തത്. ശ്രീ കാർത്തികേയനെ ഏകകണ്ഠമായി എഴുതി കൊടുത്തിട്ട് ഹൈക്കമാൻഡ് തള്ളിയിട്ടാണ് ശ്രീ BM സുധീരനെ KPC പ്രസിഡന്റ് ആക്കിയത്. അതിൽ നിന്നൊരു ക്ലിയർ മെസ്സേജ് കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഹൈക്കമാൻഡ് കൊടുത്തത് ഇനി കേരളത്തിൽ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം അനുവദിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായല്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അപ്പോ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തീരുമാനിച്ചത് ഗ്രൂപ്പിന് അതീതമായിട്ടാണെങ്കിൽ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റിച്ചുകൊണ്ടാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ക്യാബിനറ്റ് പുനഃസംഘടനയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രൗഢ്യത്തിൽപ്പെട്ടൊരു കാര്യമാണ് ക്യാബിനറ്റ് പുനഃസംഘടന. ഏതൊക്കെ മന്ത്രിമാരെ മാറ്റണം, അല്ലെങ്കിൽ ഏതൊക്കെ മന്ത്രിമാരെ പുനഃപ്രതിഷ്ഠിക്കണം, ആർക്കൊക്കെ പുതുതായി ക്യാബിനറ്റിൽ പുറത്തു കൊടുക്കണം, ഇതൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ അവകാശം കേരളത്തിലെ മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷെ ആ അവകാശം അദ്ദേഹം വിനിയോഗിക്കുന്നതിന് മുമ്പ് ഒരു മുന്നണി സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആദ്യമായി പാർട്ടി പ്രസിഡന്റുമായി ഇക്കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യണം, ഘടകകക്ഷികളുടെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്യണം, അത് കഴിഞ്ഞ് മുന്നണി നേതൃത്വവുമായി ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കിയിട്ട് ആ സമന്വയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അന്തിമമായി ഹൈക്കമാൻഡ് ഒരു അനുമതി വാങ്ങണം. അപ്പോ ഇത്രയും പ്രോസസ് കേരളത്തിലെ മുഖ്യമന്ത്രി പൂർത്തിയാക്കിയതിനു ശേഷം ഒരു ലിസ്റ്റ് പ്രഖ്യാപിച്ചാൽ ആ ലിസ്റ്റിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ തന്നെയുള്ള ആരും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ താത്വികമായി പറയാം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ട് വഴിക്ക് എന്ന് പറഞ്ഞ ആൾ ഇപ്പോൾ മന്ത്രിസഭയിൽ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ ശ്രീ ജി കാർത്തികേയനിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ജി കാർത്തികേയന് താങ്കൾ പറഞ്ഞതുപോലെ KPCC അധ്യക്ഷനാക്കാൻ വേണ്ടി നാമനിർദ്ദേശം ഇവിടുന്ന് ശുപാർശ പോയി. അതുപോലെ തന്നെ അടുത്തത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, ഒരു സ്പീക്കർ സ്ഥാനത്ത് മാത്രം നിർത്തി. ഒരു നിരാശ ഒരു പക്ഷേ കാർത്തികേയൻ ഉണ്ടാവില്ല. തൻ്റെ മണ്ഡലത്തിൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നു, അവിടെ തന്റെ സാന്നിധ്യം വേണം, അത് ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെട്ട് മന്ത്രിസഭാ അംഗമായി കുറച്ചുകൂടി വികസന കാര്യങ്ങൾ മണ്ഡലത്തിലേക്ക് എത്തിച്ചാൽ അത് പാർട്ടിക്കും തനിക്കും ഗുണം ചെയ്യുമെന്ന് കാർത്തികേയൻ കാണുന്നതിൽ തെറ്റുണ്ടോ? സജീവമായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ള ഒരാളാണ് അദ്ദേഹം. മണ്ഡലം മറ്റ് പല MLA-മാരെ പോലെയല്ല, വളരെ ഭംഗിയായി കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറെ കാലമായി മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായും ജനങ്ങളുമായും നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തതിന്റെ പരിണിത ഫലമായി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കാലത്തുമില്ലാത്ത പോലെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ അരുവിക്കരയിൽ UDF പുറകോട്ട് പോയി എന്നുള്ളതാണ് സത്യം. 4000 വോട്ടുകൾക്കകത്ത് LDF-നേക്കാൾ പിറകിലാണ് UDF. മാത്രമല്ല 3 വർഷക്കാലം വിജയകരമായി പൂർത്തിയാക്കിയ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 4-5 തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. 4ാം വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ 5ാം വർഷം അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പൊ സ്വാഭാവികമായി ഈ 2 തെരഞ്ഞെടുപ്പുകളിലും തന്റെ മണ്ഡലം കൂടിയായ അരുവിക്കരയിൽ കോൺഗ്രസിനും UDF-നും അതിശക്തമായ മുന്നേറ്റം നടത്തണമെങ്കിൽ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നടത്താൻ സാധ്യമല്ലെന്നുള്ള ഒരു അവബോധമാണ് ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തെ കൊണ്ട് ഈ സ്പീക്കർ സ്ഥാനം രാജിവെച്ചിട്ട് വളരെ സജീവമായി പഴയതുപോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ അടിയുറച്ചു നിൽക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. അതിന് തെറ്റായ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും നൽകി അദ്ദേഹത്തെ പോലെ വളരെ മാന്യനായ ഒരു സ്പീക്കറെ അപകീർത്തിപ്പെടുത്തുന്നത്
അനൗചിത്യമാണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ദയവായും തുടരുക ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. നമ്മളോടൊപ്പം ഇടതുപക്ഷ നിരൂപകൻ ശ്രീ വാഹിദ് നാട്ടികയുണ്ട്. വാഹിദ് നാട്ടിക, ഇതാണ് ഒന്ന്, കാർത്തികേയന്റെ രാജിയെ മന്ത്രിസഭാ പുനഃസംഘടനയുമായി ബന്ധിപ്പിക്കേണ്ടതില്ല. അത് കാർത്തികേയൻ വ്യക്തിപരവും സംഘടനാപരവുമായി എടുത്ത തീരുമാനം, സംഘടനയ്ക്ക് വേണ്ടിയും മണ്ഡലത്തിനു വേണ്ടിയും എടുത്ത തീരുമാനം, അതിൽ മന്ത്രിസഭാ പുനഃസംഘടന കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. രണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രൊവോഗേറ്റീവ് പവറാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്നവർ മാത്രമേ മന്ത്രിസഭയിലുള്ളൂ. മറുപടി. എനിക്കിതിൽ തമാശയാണ്, ഉണ്ണിത്താൻ പറഞ്ഞതിൽ വളരെ തമാശയാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടിയുടെ വക്രബുദ്ധിയിൽ ഉദിക്കുന്ന വലിയ വക്രതയുടെ മറ്റൊരു രൂപമാണ് ഈ കാർത്തികേയൻ്റെ ഈ രാജിനാടകം. കാരണം ഉമ്മൻചാണ്ടിക്ക് രണ്ട് തരത്തിലുള്ള ശത്രുക്കളുണ്ട്. ഒന്ന്, ഐ ഗ്രൂപ്പിൽ നിന്ന് ഒരു നായരായിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു നായർ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു നായർ തൻ്റെ കയ്യിലും ഉണ്ടാകണം എന്നുള്ളത് ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തൻ്റെ ഗ്രൂപ്പിൽ തന്നെ പെട്ട എന്നാൽ ഗ്രൂപ്പിൽ പെടാത്തതുമായ VM സുധീരനെ പോലുള്ള ഒരാൾ തനിക്ക് മേലെ പറന്ന് ഡെമോക്രസിൻ്റെ വാള് പോലെ ഇങ്ങനെ KPCC പ്രസിഡന്റായി നിന്ന് ഞങ്ങളായിട്ട് കോഴ മേടിച്ച ബാറ് പോലും പുതുക്കി കൊടുക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ KPCC പ്രസിഡന്റ് നിൽക്കുമ്പോൾ ആ KPCC പ്രസിഡന്റിനെതിരെ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 31 ഇവരുടെ ഇത് ഏതെങ്കിലും കാലത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ്, ഈ കോൺഗ്രസ് പാർട്ടി ഉണ്ടായ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ആകെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുള്ളത് വയലാരവി AK ആന്റണിയെ തോൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ജനാധിപത്യമായിട്ട് ഒരു ബന്ധവുമില്ല. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പും നടത്താത്ത, ഒരു ജനാധിപത്യ സ്വഭാവവും ഇല്ലാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ഹൈക്കമാൻഡ് തലയിൽ നിന്ന് എന്ത് പറയുന്നു അത് അതേപോലെ ഇങ്ങനെ തുടരുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ജനാധിപത്യത്തിനൊന്നും പ്രസക്തിയില്ല. എങ്കിലും അഥവാ അതൊരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ, കാരണം കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ ഇനി ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള ധാരണയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ VM സുധീരനെതിരെ ഉയർത്താവുന്ന ഒരു വാളായിട്ടും കാർത്തികേയൻ ഉപയോഗിച്ചു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെ ഒരു സാമുദായികമായ ഒരു സന്തുലനാവസ്ഥ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായാൽ അക്കാര്യത്തിൽ അത് വേണ്ടി വരില്ലേ? സാധാരണഗതിയിൽ ഈ മാധ്യമ പ്രവർത്തകർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തിയാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇത്തരം ബാലികമായ കാര്യങ്ങളും സംകുചിതമായ കാര്യങ്ങളും പറഞ്ഞ് പ്രേക്ഷകർ ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും തമാശ പറയുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ പോലും തമാശയായി കാണുന്ന ഒരു പത്രലേഖകനോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ അപമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് ആമുഖമായി പറയാൻ ഞാൻ അവസരം സ്വീകരിക്കുകയാണ്. കാരണം പ്രസവിച്ച അമ്മയെ തല്ലിയാലും രണ്ടഭിപ്രായമുള്ള നാടാണ്. അതുകൊണ്ട് ഈ പത്രപ്രവർത്തകൻ അമ്മയെ ആരെങ്കിലും തല്ലിയാൽ പറയാൻ നമുക്ക് രാജി കൊടുക്കണം എന്ന് പറയുന്ന ക്യാരക്ടറുള്ള ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ വക്രബുദ്ധി വളർന്നു വഴി, പിന്നെ കോൺഗ്രസിന്റെ പാലമാണ് ഇദ്ദേഹത്തിന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ലെന്ന് പറഞ്ഞത്. 72 CMC അതുപോലെ വരദരാജൻ നായർ തന്നെ മത്സരിച്ചാണ് തീവ്ര ചോദ്യക്ക് വരദരാജൻ നായർ പ്രസിഡന്റായത്. ആന്റണിയുടെയും വയലാറിയുടെയും കാര്യം പറഞ്ഞ് അതിനുശേഷം കൃത്യമായി ഇതിനകത്ത് മെമ്പർഷിപ്പ് നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ബാലറ്റ് മെമ്പറിലൂടെ മാത്രമല്ല, സമവായത്തിലൂടെ നേതാക്കന്മാരെ കണ്ടെത്തുന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. അത് ഒരുപക്ഷെ ഈ മാധ്യമ പ്രവർത്തകർ അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്യണ്ട. ഇതിൽ അങ്ങനെ ഗവൺമെന്റ് പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചു വന്നത്. കാരണം ഒരു ഫാക്ടർ മുതലെടുത്തിട്ട് ജനങ്ങൾക്ക് അമിതമായ പ്രതീക്ഷകൾ കൊടുത്തിട്ടുമാണ് അധികാരത്തിൽ വന്നത്. ഇപ്പൊ അധികാരത്തിൽ വന്ന് 2 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് ബോധ്യമായി തുടങ്ങി ഇതിനേക്കാൾ എത്രയോ ഭീമം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പശ്ചാത്താപമുണ്ട്. ഈ വലിയ ആളുകൾ ഇന്ത്യയിലെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ കഠിനമായ നാളുകളാണ്. അപ്പൊ കോൺഗ്രസ് തിരിച്ചു വരുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ബ്രിട്ടീഷുകളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് തിരിച്ചു വരുമ്പോൾ അതിന് ഈ മോശം ദൃക്കുകൾ എന്ത് കാരണം കണ്ടെത്തുമെന്ന് എനിക്ക് പോലും ഊഹിക്കാൻ കഴിയുന്നില്ല. വളരെ ചുരുക്കിയ ഒരു കാര്യം കൂടെ ഏറ്റവും അവസാനമായി, KPCC വക്താവ്, മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ? ഹലോ,
ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതേ ഉള്ളൂ, മന്ത്രിസഭാ പുനഃസംഘടന അടുത്തുണ്ടാകുമോ ഇല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനം പൂർത്തിയായാലും മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അദ്ദേഹം അത് ആവർത്തിച്ചു. മാത്രമല്ല, സമ്മേളനം കഴിഞ്ഞിട്ട് അദ്ദേഹം KPCC പ്രസിഡന്റുമായി ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച തുടങ്ങുമെന്നാണ് ബലമായ വിശ്വാസം. ആ വിശ്വാസം ഒരു കാരണവശാലും തെറ്റാൻ സാധ്യതയില്ല. ഒറ്റൊരു കാര്യം കൂടെ, അവസാനമായ ഒരു കാര്യം കൂടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും മുഖ്യമന്ത്രി പറയുന്നു. എന്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല? ആരാണ് മുഖ്യമന്ത്രിക്ക് ഒരു സപ്പോർട്ട് നൽകാത്തത്? പാർട്ടിയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഒരു കൂടിയാലോചന നടത്തി മന്ത്രിസഭാ പുനഃസംഘടന നടത്തൂ, ഞങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞൊരു സപ്പോർട്ട് നൽകാൻ ആളുകളില്ലേ മുഖ്യമന്ത്രിക്കൊപ്പം? മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഒരു സപ്പോർട്ട് വേണമല്ലോ. അദ്ദേഹം ക്യാബിനറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആളല്ലേ. അപ്പൊ സ്വാഭാവികമായി എന്തൊക്കെ മാറ്റങ്ങൾ ഈ ക്യാബിനറ്റിൽ വരണമെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയും കാഴ്ചപ്പാടും മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയങ്ങൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു താമസം എന്ന് പറയുന്നത് അല്ലെ ഇപ്പോ അസംബ്ലി സമ്മേളനം നടത്തുന്നു എന്നുള്ളത് മാത്രമാണ്. അസംബ്ലി സമ്മേളനം കഴിഞ്ഞാലുടൻ അദ്ദേഹം ഈ എക്സസൈസ് ആരംഭിക്കും. അത് അടിയന്തരമായി പൂർത്തിയാക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. KPCC വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് നമ്മളോട് സംസാരിച്ചത്. ശ്രീ അജി കുര്യാക്കോസ്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ എല്ലാ കാര്യം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ട്, അത് മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീരുന്നു, അത് അദ്ദേഹം നടപ്പാക്കുകയും ചെയ്യും. തീർച്ചയായും. കാരണം ഞാൻ പറഞ്ഞത് മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് ഇത് ഒരു പണ്ട് നമ്മുടെ കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. അങ്ങനെയാണോ കോൺഗ്രസിലെ മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയാണ്, വളരെ വ്യക്തമാണത്. കാരണം ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രസിഡന്റുമായിട്ടും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ KPCC എക്സിക്യൂട്ടീവുമായിട്ടും അതിന് മുതിർന്ന നേതാക്കളുമായിട്ടും ആലോചിച്ചതിന് ശേഷം അത്തരത്തിലുള്ളൊരു നിർദ്ദേശം ഹൈക്കമാൻഡിനെ അറിയിക്കും. നേരത്തെ അതല്ല പറഞ്ഞത്, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, മുഖ്യമന്ത്രി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, മുഖ്യമന്ത്രിയുടെ മനസ്സിൽ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി അതിന്റെ മെമ്മറി കാർഡിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അതല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണല്ലോ. അദ്ദേഹം പറഞ്ഞെന്താ, കോൺഗ്രസിൽ ഒരു പുനഃസംഘടന ഉണ്ടാകും. അത് സ്വാഭാവികമല്ല, ഉണ്ടാവാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരാളെ കണ്ടെത്തണം. എന്ത് പുനഃസംഘടന എന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ, അത് വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ സ്പീക്കർ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പുനഃസംഘടന ഉണ്ടാവും. കാർത്തികേയൻ രാജിവെക്കുന്നു എന്ന് പറയാൻ തുടങ്ങിയത് ഈ ഒരാഴ്ചയായിട്ടുള്ളൂ. അതെ, അതിനു മുൻപേ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി പുനഃസംഘടന. അപ്പോൾ കാർത്തികേയന്റെ രാജി ആയിരിക്കില്ലല്ലോ. മുഖ്യമന്ത്രി പുനഃസംഘടന എന്ന് ഉദ്ദേശിച്ചത് ഘടകകക്ഷികളെ സംബന്ധിച്ച് അവർക്കെല്ലാവർക്കും തുല്യമായ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഘടകകക്ഷി ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനമില്ലാതെ പുറത്തു നിൽക്കുകയാണ്. അത്തരമൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഘടകകക്ഷികൾക്ക് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുനർസംഘടന ഉണ്ടാകുമെന്നാണ്. പക്ഷേ ആ മന്ത്രിസ്ഥാനം ഇല്ലാത്ത ഘടകകക്ഷിക്ക് ക്യാബിനറ്റ് പദവിയുള്ള മറ്റൊരു പദവി നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിൽ അല്ല അദ്ദേഹം പുനഃസംഘടന എന്ന് പറഞ്ഞത്. അദ്ദേഹം പുനഃസംഘടന എന്ന് പറഞ്ഞത് ഒരു സമഗ്രമായ ഒരു പുനഃസംഘടനയെ കുറിച്ച് ഇവിടെ ചർച്ച വന്നിട്ടില്ല. ഈ ഒരു പുനഃസംഘടന അനിവാര്യമാണ്. കാരണം ശ്രീ കാർത്തികേയൻ മാറുമ്പോൾ അവിടെ ഒരു പുനഃസംഘടന അനിവാര്യമാണ്. തന്റെ ക്യാബിനറ്റിൽ നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഒരു പുനഃസംഘടന ഉണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു. ഞാൻ വരൂർ പ്രേക്ഷകരിലേക്ക്. ഹലോ, കേൾക്കാമോ? ഹലോ, പറയൂ പേര്. അതെ, ഞാന് കാർത്തികേയനെ പറ്റി ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ രാഷ്ട്രീയത്തിലെ വർക്കുകളൊക്കെ രാഷ്ട്രീയത്തെ സേവിക്കാന്നുള്ളതാണ്. രാഷ്ട്രീയത്തെ സേവിക്കാനാണ് ഈ രാഷ്ട്രീയം ചെയ്യുന്നത്. നമ്മള് അധികാര സ്ഥാനങ്ങളില് സ്ഥാനം വെച്ചതിന് ശേഷം ഒഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വേറുള്ളതൊന്നും വേണമെന്നൊന്നുമില്ല. ഹലോ, അപ്പൊ അതേമാതിരി തന്നെ ഇപ്പൊ കേരളത്തിലെ മുരളീധരൻ ഇടയ്ക്ക് മന്ത്രിസ്ഥാനം, കരുണാകരന്റെ മകനാണ് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഇങ്ങനെ ബന്ധപ്പെട്ട ആളുകള്. അപ്പൊ അതുപോലെ ഇതിങ്ങനെ കാണുന്നുണ്ട്. വളരെയധികം നന്ദി. ഇടയ്ക്കൊരു അവ്യക്തത ഉണ്ട് താങ്കൾ പറയുന്നതിൽ. ഏതായാലും വിളിച്ച അഭിപ്രായം അറിയിച്ചതിൽ സന്തോഷം. ശ്രീ വാഹിദ് നാട്ടിക,
വളരെ കൃത്യമായി തന്നെ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതൊരു നാമമാത്ര പുനഃസംഘടനയാകാം, സമഗ്ര പുനഃസംഘടനയാകാം. പക്ഷേ ശ്രീ അജി കുര്യാക്കോസിനെ പോലെയുള്ള ആളുകൾ സ്വപ്നം കാണുന്നത് ഒരു നാമമാത്ര പുനഃസംഘടനയാണ്. ഇനിയിപ്പോൾ അവിടത്തേക്ക് സ്പീക്കർ സ്ഥാനത്തേക്ക് നിലവിലുള്ളവരിൽ നിന്ന് ഒന്നുകിൽ KC ജോസഫിനെ വല്ലതും പിടിച്ച് സ്പീക്കറാക്കുക, വളരെ അത്യാവശ്യമാണ് പിള്ള ബഹളം വെക്കുകയാണെങ്കിൽ ഗണേശനെ ഉൾപ്പെടുത്തുക, തീർന്നു. അത്രയേ ഉള്ളൂ. അല്ല, ഇതിപ്പോ എന്തോ ആകട്ടെ, കേരള പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി മന്ത്രിസഭ എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബാധ്യതയാണ്. അതിന്റെ കൂടെ ഇനിയിപ്പോ എന്ത് തരത്തിലുള്ള പുനഃസംഘടന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നടക്കുന്ന, ഇപ്പൊ നമ്മൾ ഇതിന്റെ കാലികമായ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഉമ്മൻചാണ്ടി വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി. കാരണം അദ്ദേഹത്തിന്റെ പ്ലാൻ ശരിക്ക് ഹൈക്കമാൻഡ് അടിച്ചു തകർത്തു. ഈ ആവർത്തിച്ച് പറയുന്നത് അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് ഇവർ വെച്ച KPCC പ്രസിഡന്റായ കാർത്തികേയനെ അംഗീകരിക്കാതിരുന്നതോടുകൂടി കാർത്തികേയൻ ആകെ തരത്തിലുള്ള മോഹഭംഗം വന്നു. കാർത്തികേയനെ പ്രതീക്ഷിച്ചിരുന്നു. ഇവരെല്ലാം രണ്ട് പ്രധാനപ്പെട്ട തലവട്ടപ്പന്മാരും കൊണ്ട് ചെന്നിട്ട് വെച്ച പേരായിരുന്നു കാർത്തികേയന്റെ പേര്. ആ കാർത്തികേയന്റെ പേര് തള്ളിക്കളഞ്ഞിട്ടാണ് VM സുധീരനെ വെക്കുന്നത്. ഇപ്പൊ VM സുധീരനാണെങ്കിൽ വലിയൊരു ശല്യമായി മാറിയിരിക്കുകയാണ്. കാരണം കോൺഗ്രസ്സുകാരൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല VM സുധീരൻ. കാരണം എന്താ പറയാ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് VM സുധീരൻ. അപ്പൊ VM സുധീരൻ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി ഒരു അല്ല മറ്റുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ രൂപത്തിൽ വന്നപ്പോ VM സുധീരനെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഉപകരണമാണ് കാർത്തികേയൻ. കാരണം കാർത്തികേയനും ഇത്തരത്തിലുള്ള കുറച്ചൊക്കെ തന്നെ ക്ലീൻ ഇമേജ് ഉള്ള കോൺഗ്രസ്സുകാരിൽ വളരെ അപൂർവമായി കിട്ടാവുന്ന ഒരു നേതാക്കളിൽപ്പെട്ട ഒരാളാണ് കാർത്തികേയൻ. അപ്പൊ അത്തരം ഒരു കാർത്തികേയൻ ഉയർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞ് VM സുധീരനെ ബദൽ വെക്കാൻ പറ്റുമോ എന്നുള്ളതും അതിനൊപ്പം തന്നെ മറ്റൊരു നായരെ, അതായത് രമേശ് ചെന്നിത്തലക്കെതിരെയുള്ള മറ്റൊരു നായർ ഉയർത്താൻ കഴിയുമോ എന്നുള്ളതും. ഇങ്ങനെ രണ്ടു തരത്തിലും ഉമ്മൻചാണ്ടി വളരെ കൃത്യമായ രൂപത്തിലുള്ള വക്രബുദ്ധിയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് കാർത്തികേയൻ. അതിനേക്കാൾ അപ്പുറം പക്ഷെ എനിക്ക് പറയാനുള്ളത് പൊതുവായിട്ട് ഒരൊറ്റ ചോദ്യമാണ്. നിങ്ങളിത് ഈ സ്പീക്കർ പദവി ഇത്രയേറെ മോശമായി കാണും. ആരാ പറഞ്ഞ സ്പീക്കർക്ക് രാഷ്ട്രീയം? സ്പീക്കർക്ക് രാഷ്ട്രീയം പാടില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ്. സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതല്ല, മറിച്ച് നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം നിഷ്പക്ഷനായിരിക്കണം. നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരിക്കാം. രാഷ്ട്രീയ പാർട്ടി അംഗത്വമായിക്കൊണ്ട് തന്നെയാണ് K. രാധാകൃഷ്ണൻ CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്പീക്കറായിരുന്നത്. അദ്ദേഹം മോശം സ്പീക്കർ ഒന്നും ആയിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ പ്രതിപക്ഷം പോലും അംഗീകരിച്ചിരുന്ന സ്പീക്കറായിരുന്നു സഖാവ് K. രാധാകൃഷ്ണൻ. ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക് പോകുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. എന്റെ പേര് പ്രദീപ്, ഞാൻ അബുദാബിയിൽ വിളിക്കുകയാണ്. ശ്രീ പ്രദീപ്, പറയൂ താങ്കളുടെ അഭിപ്രായം കാർത്തികേയന്റെ രാജീവ് മന്ത്രിസഭാ പുനഃസംഘടനയും. എന്റെ അഭിപ്രായം വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. കാരണം NTV എന്ന ഒരു ചാനല് വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചാനലാണ്. ഇത്തരം വില കുറഞ്ഞ കാര്യങ്ങൾ AI ഗ്രൂപ്പിന്റെയോ അതുപോലെ തന്നെ കാര്യങ്ങളും ദയവ് ചെയ്തിട്ട് ചർച്ചയായിട്ട് എടുക്കരുത്. കാരണം കേരളത്തിന് ഒരു ഗുണവും ഇല്ലാത്തൊരു കാര്യമാണിത്. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് അവിടെ ഇരിക്കുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കാര്യത്തിൽ വന്നിട്ട് സംസാരിക്കാൻ ദയവ് ചെയ്ത് അദ്ദേഹം മടി കാണിക്കണം. കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാക്കാത്ത കാര്യമാണ്. ഇത് ഇവരുടെ പേഴ്സണൽ അജണ്ടയാണ്. അത് നമ്മൾ എന്തിനാണ് അതിന് ഇത്തരം കാര്യത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യം? അത് മന്ത്രി ആയിക്കോട്ടെ, ചെയർമാൻ ആയിക്കോട്ടെ, അവരുടെ ഇഷ്യൂ ആണത്. വളരെ മോശം. കാരണം ഞാൻ എൻ്റെ സുഹൃത്ത് വാഹിദിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് ഇതെല്ലാം. കാരണം അദ്ദേഹത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് അഭിപ്രായം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം അദ്ദേഹം അടുത്തിരിക്കുകയാണ്, എങ്കിൽ കൂടി എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ വ്യക്തികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്നു, അദ്ദേഹം സുധീരനെ കുറിച്ച് പറയുന്നു, നായരെന്ന് പറയുന്നു. ഇദ്ദേഹം പറയുന്ന നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. പക്ഷേ അതിനകത്തൊന്നും കമൻറ്റ് പറയാനും, പക്ഷേ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. ഒന്ന്, ഇവിടെ സ്പീക്കർ ശ്രീ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന ആളാണ്. ശ്രീ രാധാകൃഷ്ണൻ ഒരിക്കലും ഒരു സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല സ്പീക്കറായിരുന്ന സമയത്ത്. പിന്നെ ശ്രീ G. കാർത്തികേയൻ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹം മണ്ഡലം പ്രവർത്തനങ്ങളിലേക്ക് മാറട്ടെ. ആർക്കാണ് അതിന് ബുദ്ധിമുട്ട്? ഞാൻ താങ്കളിലേക്ക് വരാം. പ്രേക്ഷകൻ പറഞ്ഞ കാര്യത്തിലേക്കായിരുന്നു. ശ്രീ പ്രദീപ്,
AI തർക്കം എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു മന്ത്രിസഭയിലെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കുറെ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ഒരു AI തർക്കം മാത്രമായി ഇതിനെ കാണാൻ പറ്റില്ല, മന്ത്രിസഭാ അംഗങ്ങളെ ബാധിക്കുന്നത് കൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. വിളിച്ചതിൽ വളരെയധികം നന്ദി. ശ്രീ അജി കുര്യാക്കോസ്, ഇവിടെ ഈ പറയുന്നത് പോലെ വാഹിദ് നാട്ടിക പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു നായരെ കൊണ്ടുവരണമെങ്കിൽ മന്ത്രിസഭയിൽ വീണ്ടും പ്രശ്നമുണ്ട്. കാരണം അവിടെ ഇക്വേഷൻ മാറും. അവിടെ ഐ ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഒരു നായരായുള്ളത് VS ശിവകുമാറാണ്. VS ശിവകുമാറിന്റെ അടുത്തുനിന്ന് ആരോഗ്യ വകുപ്പെടുത്ത് മാറ്റണം. അങ്ങനെ നോക്കുമ്പോൾ എ ഗ്രൂപ്പ് മുഖ്യമന്ത്രിയും കൂട്ടരും വിചാരിക്കുന്ന ഒരു കാര്യം നടക്കും. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് അങ്ങോട്ട് കിട്ടും. ഇല്ല, ഇവിടെ ഞാൻ നേരത്തെ നമ്മൾ വളരെ വ്യക്തമാണ്. കാരണം കോൺഗ്രസ് രാഷ്ട്രീയം ഇതൊന്നും അറിയാത്തവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുള്ള ബുദ്ധിമുട്ടാണിത്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇക്വേഷൻസിനോ മറ്റൊന്നിനോ കാര്യമില്ല. കാരണം ജി കാർത്തികേയൻ്റെ പേരാണ് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ഹൈക്കമാൻഡിനെ നിർദ്ദേശിച്ചത് KPCC പ്രസിഡന്റായിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവർ ഇരുകൂട്ടരും ചേർന്ന് നിർദ്ദേശിക്കുകയും അവിടെ ഹൈക്കമാൻഡ് ആ പേരെല്ലാം മാറ്റി ശ്രീ VM സുധീരൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹമാണ് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ്. അപ്പോൾ ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. പല കാര്യങ്ങൾക്കും പല കാരണങ്ങളുമുണ്ട്. അല്ലാതെ നേരത്തെ വാഹിദ് സൂചിപ്പിച്ചതുപോലെ നായരായതുകൊണ്ടോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അതല്ലെങ്കിൽ മറ്റു മതസ്ഥനായതുകൊണ്ടോ ഒന്നുമല്ല അതിൻ്റെ വിഷയങ്ങൾ. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി വരുന്ന 2 വർഷങ്ങളാണ്. ഇനി വരുന്ന 2 വർഷങ്ങൾ മന്ത്രിസഭയുടെ മുഖം മിനുക്കുക എന്നുള്ളൊരു വിഷയം കൂടി ഉണ്ട്. ഇതിനകത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. കാരണം മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ കുറിച്ചോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു മന്ത്രിമാരെ കുറിച്ചോ യാതൊരു തരത്തിലുള്ള അപവാദവുമില്ല. അദ്ദേഹം പറഞ്ഞു മന്ത്രിസഭയെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും കഴിയില്ലെന്ന്. പറയട്ടെ, ഇവിടെ ഒരു മന്ത്രിമാർക്കെതിരെയും അഴിമതി ആരോപണമില്ല. അവിടെ അത് ക്ലീൻ ആണ്. മന്ത്രിസഭാ അംഗങ്ങൾ ക്ലീൻ ആയതുകൊണ്ട് തന്നെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ടതില്ല എന്നാണ് അജി കുര്യാക്കോസിന്റെ ഐ ഗ്രൂപ്പിന്റെ എല്ലാവരുടെയും. പറയട്ടെ ഈ മന്ത്രിസഭയെ കുറിച്ച് അഴിമതി ആരോപണം ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കട്ടെ. ഈവൻ ആറന്മുള, അതിലേക്കൊക്കെ കടക്കാൻ കുറെ കാര്യങ്ങൾ സംസാരിക്കണ്ട, എങ്കിൽ കൂടി ഒന്ന് പറയട്ടെ. ആറന്മുള വിമാനത്താവളത്തിന് അംഗീകാരം കൊടുത്തത് മുതൽ സ്വന്തം ബന്ധുവിന് വനഭൂമി പതിച്ചു കൊടുത്തത് മുതൽ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള അതൊന്നും ഇവിടെ എടുത്തു പറയണ്ട. അതൊക്കെ പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. മന്ത്രിസഭ പുനഃസംഘടനയല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം സ്പീക്കർ സ്ഥാനത്ത് തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് മന്ത്രിസഭാ പുനഃസംഘടനയാണ് വിഷയം. ഞാനോ വാഹിദ് നാട്ടികയല്ല, സാക്ഷാൽ മുഖ്യമന്ത്രി പറയട്ടെ. എ ഗ്രൂപ്പാ, അവരാണ് പറയുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയാണ് വിഷയം. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്ന് അജി കുര്യാക്കോസിന്റെ പാർട്ടിയിൽപ്പെട്ട എ ഗ്രൂപ്പാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം. ഞങ്ങൾക്ക് ആകെ ഉള്ളത് ഉമ്മൻചാണ്ടി പോയി കഴിഞ്ഞാൽ ഗതാഗതം, സാംസ്കാരിക, എക്സൈസ്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു വിജയലക്ഷ്മി പേരിന് അത്രേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇതാ റവന്യൂ ഉണ്ട്, ആരോഗ്യമുണ്ട്, സഹകരണമുണ്ട്, ടൂറിസം ഉണ്ട്, ആഭ്യന്തരമുണ്ട്, 5 പ്രധാന വകുപ്പുകളുണ്ട്. ഒരെണ്ണെങ്കിലും ഞങ്ങൾക്ക് വേണം. ഇതെല്ലാം ശ്രീ ഉമ്മൻചാണ്ടിയോ അതല്ലെങ്കിൽ എ ഗ്രൂപ്പുകാരോ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. വളരെ വ്യക്തമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ക്ലിയർ ആയിട്ട് പറഞ്ഞോട്ടെ. KPCC സ്പീക്കർ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്നൊരു വ്യക്തി പറയുന്നു. അദ്ദേഹത്തിന് പ്രവർത്തന രംഗത്ത് താല്പര്യമുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ആ രംഗത്തേക്ക് മാറുന്നു. അവിടെ ഒരു വ്യക്തി വേണം. അതല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തി, മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വരുത്തി ചില ആളുകൾ ഉൾപ്പെടുത്തണം. ഞാൻ താങ്കളിലേക്ക് വരാം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, സ്പീക്കർ സ്ഥാനം ഒഴിയാൻ ആഗ്രഹമുണ്ട് എന്ന് ജി കാർത്തികേയൻ വാർത്താ സമ്മേളനം നടത്തി പറയേണ്ടി വന്ന സാഹചര്യം എന്തായിരിക്കും? ഇങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പാർട്ടിയിൽ പറഞ്ഞിട്ട് അത് വെച്ച് താമസിപ്പിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണോ, അതോ വെറും മാധ്യമ പ്രവർത്തകരുമായുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിലുള്ള തുറന്നു പറച്ചിലാണോ? അല്ല, സ്പീക്കർ സ്ഥാനം രാജിവെക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ജി കാർത്തികേയൻ അതിൽ നിന്ന് പിന്മാറാനാവില്ല. ശരിക്കും രണ്ടാമത്തെ ഒരു കാര്യം, ഉമ്മൻചാണ്ടി പുനഃസംഘടന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇന്നുകൊണ്ട് വ്യക്തമായി. സ്പീക്കർ സ്ഥാനം ഒഴിയുന്നതോടെ ആ സ്ഥാനത്തേക്ക് ഒരാളെ നിയോഗിക്കേണ്ടി വരും. അത് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നുള്ള ആൾ തന്നെയായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലെ അഴിച്ചുപണി അനിവാര്യമാകും. അപ്പൊ അതിനെല്ലാം കള്ളം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് ജി കാർത്തികേയൻ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത് പ്രത്യേകമാണ്. രണ്ടാമതൊരു കാര്യമുള്ളത്, ജി കാർത്തികേയന്റെ പേരാണ് ഉമ്മൻചാണ്ടി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡിൽ ശുപാർശ ചെയ്തിരുന്നത്.
രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടിയോടൊപ്പമായിരുന്നു. പക്ഷേ അത് ഹൈക്കമാൻഡ് അംഗീകരിക്കാതെ VM സുധീരനെ KPCC അധ്യക്ഷനായിട്ട് വിടുകയായിരുന്നു. സ്വാഭാവികമായിട്ടും G കാർത്തികേയൻ അന്ന് തന്നെ രാജി കുരുങ്ങിയതാണ്. പക്ഷെ അതിന്റെ അന്നത്തെ പശ്ചാത്തലത്തിൽ രാജിവെക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ക്ഷീണം ആകും എന്ന് കരുതിയാണ് അത് നടപ്പിലാക്കാഞ്ഞത്. ഇപ്പോൾ വൈകി ആ രാജി ഇപ്പോൾ നടപ്പിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ G കാർത്തികേയന് ഉചിതമായ ഒരു സ്ഥാനം പ്രസിദ്ധി നൽകാൻ ഉമ്മൻചാണ്ടിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്ന കാര്യവും ഓർക്കണം. അങ്ങനെ വരുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ്, ചെറിയ ഒരു പുനഃസംഘടന കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തീരുമോ? അതായത് G കാർത്തികേയനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ നിന്നും KC ജോസഫിനെയോ മറ്റാരെങ്കിലും സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ തീരുന്നതാണോ പുനഃസംഘടന? അങ്ങനെയാണെങ്കിൽ അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറയേണ്ട കാര്യമുണ്ടോ? വളരെ ചെറിയൊരു പുനഃസംഘടനയാണെങ്കിൽ അല്ല, വളരെ വിപുലമായ ഒരു പുനഃസംഘടനയാണ് ഉമ്മൻചാണ്ടിയുടെ അജണ്ടയിൽ തൽക്കാലമുള്ളത്. അതിന് യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി തന്നെത്താൻ ഒരു മനക്കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു കാര്യം അദ്ദേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഗവൺമെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ ഉമ്മൻചാണ്ടി ആവില്ല. 2 വർഷം കഴിയുമ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. 1 വർഷം കഴിയുമ്പോഴേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തനം, മന്ത്രിസഭയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയേ പറ്റൂ. പക്ഷെ അതിന് തക്ക മികവുള്ള മന്ത്രിമാർ തന്റെ സംഘത്തിലില്ല എന്നുള്ള കാര്യം മറ്റാരേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് ഉമ്മൻചാണ്ടിക്കറിയാം. ഒരു വശത്ത് പ്രായാധിക്യം ഏറെയുള്ള മന്ത്രിമാർ, മറുവശത്ത് വലിയ കഴിവും മികവും പിടിച്ചും ഇല്ലാത്ത മന്ത്രിമാർ. അപ്പൊ ഇവരെയും കൊണ്ട് ഒരു നല്ല ഗവൺമെന്റുമായി മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടും ബോധ്യമായിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പുനഃസംഘടന അതും വ്യാപകമായ നിലയിൽ തന്നെ വേണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെ ഈ പറയുന്നത് പോലെ പ്രായാധിക്യം, അതേപോലെ തന്നെ കഴിവ് കുറവ്, ഇത് രണ്ടും വെച്ചുകൊണ്ടുള്ള പുനഃസംഘടനയ്ക്കാണോ മുഖ്യമന്ത്രി മുൻതൂക്കം? അതോടൊപ്പം തന്റെ ഗ്രൂപ്പ്, തന്റെ കൂടെയുള്ള ആളുകൾ, ആ ഒരു കാര്യവും കൂടെ മുഖ്യമന്ത്രി പരിഗണിക്കില്ലേ? അങ്ങനെ വരുമ്പോൾ ഈ വകുപ്പുകളിൽ തന്നെ മാറ്റമുണ്ടാകില്ലേ, 2 ഗ്രൂപ്പിന്റെയും കയ്യിലുള്ള വകുപ്പുകളിൽ? അല്ല, ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴേക്ക് ഐ ഗ്രൂപ്പിനാണ് ഇപ്പോൾ കൂടുതൽ ശക്തമായ വകുപ്പുകളുള്ളത്. ഇപ്പോൾ ആഭ്യന്തരം നോക്കിയാലും, ആരോഗ്യവകുപ്പ് നോക്കിയാലും, റവന്യൂ വകുപ്പ് നോക്കിയാലും, ടൂറിസം ഒക്കെ നോക്കിയാലും. പക്ഷെ ഈ പ്രായം ഏറെ ചെന്ന ആൾക്കാരെ മുഴുക്കിയും ഘടകകക്ഷികളാണ് കൂടുതലും. അവരെ പെട്ടെന്ന് കൊണ്ട് മാറ്റാൻ പറ്റില്ല. പിന്നീട് ചെയ്യാവുന്നത് സ്വന്തം പാർട്ടിയിലുള്ള മന്ത്രിമാരുടെ സ്ഥാനം മാത്രം. അതിന് മുഖ്യമന്ത്രിക്ക് കഴിയും. ഗ്രൂപ്പ് നോക്കാതെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാ കോൺഗ്രസ് മന്ത്രിമാരെയും മാറ്റുക. തിരുവഞ്ചൂരിനെ മാറ്റാൻ ചിലപ്പോൾ മുഖ്യമന്ത്രിക്ക് പറ്റില്ല. ചിലപ്പോൾ തിരുവഞ്ചൂരിനപ്പോൾ സ്പീക്കർ സ്ഥാനം കൊടുക്കുക. അങ്ങനെ ഒരു വഴി. അല്ലെങ്കിൽ പ്രധാനമായിട്ടും മാറ്റണം എന്ന് മുഖ്യമന്ത്രി കണക്ക് കൂട്ടിയിട്ടുള്ള കുറെ മന്ത്രിമാരെ മാറ്റുക, മറ്റു ചിലരുടെ വകുപ്പുകൾ മാറ്റുക. അങ്ങനത്തെ പല ഓപ്ഷൻസ് ആണ് അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോഴുള്ളത്. ഏത് ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് വരും ദിവസങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് വ്യക്തമായി. ഒരു കാര്യം കൂടെ ശ്രീ ജേക്കബ് ജോർജ്, ഇങ്ങനെ ഈ പറയുന്നത് പോലെ തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ തിരുവഞ്ചൂരിന് വീണ്ടും അത് ഇൻസൾട്ടിംഗ് ആയി തോന്നും. കാരണം ആഭ്യന്തരം പോയി, അതിനുശേഷം തിരുവഞ്ചൂരിന്റെ അടുത്ത് ഗതാഗതം ആണ് വന്നത്, വീണ്ടും അതിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് പോകുന്നു. രമേശ് ചെന്നിത്തലയെ ഏതായാലും മാറ്റാനും കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ മറ്റൊരു വിഷയം വരുന്നത്, ഇവിടെ ശ്രീ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസിന് നോട്ടമുള്ള ഒരു വകുപ്പാണ്. അത് എടുത്താൽ പോലും അവിടെ നിന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധം, അത് ഒരു താൽക്കാലിക പ്രതിഷേധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിലേക്ക് കോൺഗ്രസ് കണ്ണുവെക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അനിൽ ജേക്കബിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഏറ്റെടുക്കാൻ ചിലപ്പം മുഖ്യമന്ത്രി തയ്യാറായേക്കും. അനിൽ പിന്നെ വേറെ ഒരു വകുപ്പ് കൊടുക്കാനാണ് സാധ്യത. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യം പറയാൻ തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങിയതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിന് പകരം ഒരു നല്ല വകുപ്പ് കൊടുക്കണം എന്നുണ്ട്, റവന്യൂ വകുപ്പ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. പക്ഷെ ഇപ്പോൾ G കാർത്തികേയൻ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് കൊടുക്കാനാണ് സാധ്യത ഏറെ എന്നാണ്. പക്ഷെ റവന്യൂ വകുപ്പ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പും അതേപോലെ അടൂർ പ്രകാശും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവിടെയാണ് മുഖ്യമന്ത്രി മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവുക.
ആരെയും മാറ്റിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കാര്യങ്ങളൊക്കെ സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്കും. അതുകൊണ്ട് കുറെ പേർക്കൊക്കെ മുറിവേൽക്കും, കുറെ പേർക്ക് വേദന ഉണ്ടാവും, കുറെ പേർക്ക് സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരെയും സന്തോഷിപ്പിച്ചും അല്ലെങ്കിൽ എല്ലാവരെയും ദുഃഖിപ്പിച്ചും ഒരു തീരുമാനമാവില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. വളരെയധികം നന്ദി ശ്രീ ജേക്കബ് ജോർജ് ചർച്ചയിൽ പങ്കെടുത്തതിൽ. വാഹിദ് നാട്ടുക, ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ ഈ ടീമിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ ടീമിനെ വെച്ചുകൊണ്ട് കഴിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. അല്ല, ഈ ടീമിനെ വെച്ചെന്നല്ല, ഉമ്മൻചാണ്ടി മന്ത്രിസഭ തന്നെ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസും ഇല്ല. ഇവർ ഈ പറയുന്ന പോലെയല്ല. കാരണം മോഡി ഭയത്തിൽ 2 സീറ്റ് കൂടുതൽ കിട്ടി എന്നുള്ളത് കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്കിലും 4 സീറ്റ് കുറഞ്ഞിരിക്കുകയാണ്, എങ്കിലും 2 സീറ്റ് കൂടുതൽ കിട്ടി എന്നുള്ളത് കൊണ്ട് വലിയ ജനവിധി ഉണ്ടെന്നൊന്നും അദ്ദേഹത്തിന് നല്ല തിരിച്ചറിവുണ്ട്. അപ്പോൾ ഈ ഒന്ന് അല്ലെങ്കിൽ ദുർബല അതിന്റെ കൂടെ ഗർഭിണി എന്ന് പറഞ്ഞ പോലെ ഒന്ന് മുഖ്യമന്ത്രി സോളാർ മുതൽ ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നല്ല. ഇദ്ദേഹം പറഞ്ഞ് ശരിയാണ്, അഴിമതിയേ ഉള്ളൂ. അതാണ് അതിന്റെ സംഭവം. അതായത് ഈ മന്ത്രിസഭയ്ക്കുള്ള ഒരു ഗുണം ഈ 3 വർഷം അഴിമതി മാത്രം ചെയ്ത, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് അഴിമതി മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മന്ത്രിസഭ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി മന്ത്രിസഭയാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്, ഒരു 10-25 സീറ്റെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മന്ത്രിസഭയായിട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചുരുങ്ങിയ വർഷം ഒരു കുറച്ചെങ്കിലും മുഖം മാറ്റണം. കാരണം ലീഗിന്റെ വകുപ്പിന്റെ പരമാവധി ഇപ്പോൾ +2 സ്കൂളും കൂടി വരുമ്പോൾ പരമാവധി പിഴിയ, അതായത് കത്തുന്ന പെരയിന്ന് ഊരുന്ന കഴുക്കോല് ലാഭം എന്നുള്ള നിലക്ക് പോകുന്ന പോക്കിൽ പരമാവധി പിഴിയാനാണ് മുസ്ലിം ലീഗിന്റെ പരിപാടി. അതുമായി ബന്ധപ്പെട്ടാണ് 135-140 +2 സ്കൂളുകളുടെ പരിപാടി ഉള്ളത്. അതേപോലെ തന്നെ ഏത് വകുപ്പ്, പക്ഷേ സിവിൽ സപ്ലൈസ് ആണെങ്കിൽ കസേരയിട്ടിട്ടാണ് കൈക്കൂലി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് പറയേ വേണ്ട. അങ്ങനെ എല്ലാ വകുപ്പിലും അഴിമതിയാണ്. അപ്പൊ എല്ലാവരിൽ നിന്നും ആരെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ, ഇത് ഉമ്മൻചാണ്ടി പണ്ടും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരിച്ചടി ഉണ്ടായ കാലഘട്ടത്തിൽ AK ആന്റണിയെ മാറ്റി, AK ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നതും ഇതേ രീതിയിലുള്ള മാറ്റങ്ങൾ. ഞാൻ ഒരു പ്രേക്ഷകരിലേക്ക് പോകുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, പേര്? അനിൽ. എന്താണ് താങ്കളുടെ ഒരു നിഗമനം ഇക്കാര്യത്തിൽ? എനിക്ക് പറയാനുള്ളത് വായു നാട്ടികയാണ്. കാരണം വായു നാട്ടിക ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ കാലികമായ രാഷ്ട്രീയത പഠിച്ചതിന് ശേഷമാണ് വരാൻ. അദ്ദേഹം ബാലിശമായ വാദങ്ങൾ എടുക്കുന്നത്, വെറും നായര് തീയര് എന്ന് പറഞ്ഞ അത് വെറും ബാലിശാണ്. കാരണം പ്രത്യേകിച്ച് ഇടതുപക്ഷ ചിന്താധികാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാദമാണ് അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് രാഷ്ട്രീയത്തെ പഠിച്ചിട്ട് ഒന്നും വേണ്ട. ഇപ്പൊ ആ മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യങ്ങൾ കണ്ടില്ലേ, അതാണ് വ്യക്തമായ കാര്യം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു മാധ്യമപ്രവർത്തകനാകുമ്പോഴും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാകുമ്പോഴും തീർച്ചയായിട്ടും കാര്യങ്ങളെ മുഴുവനായി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ, വിഷയത്തെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാം. വളരെയധികം നന്ദി ശ്രീ അജി കുര്യാക്കോസ്. ശ്രീ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ സമഗ്രമായ, നിങ്ങൾ കാണുന്നത് പോലെ, ഐ ഗ്രൂപ്പ് കാണുന്നത് പോലെയോ അജി കുര്യാക്കോസ് കാണുന്നത് പോലെയോ അല്ല കാര്യങ്ങൾ. വളരെ സമഗ്രമായി അതിൽ ഉമ്മൻചാണ്ടി പ്രായം നോക്കുന്നുണ്ട്, പെർഫോമൻസ് നോക്കുന്നുണ്ട്. ഇത് രണ്ടും നോക്കി വളരെ സമഗ്രമായ ഒരു മാറ്റം വേണം. എങ്കിൽ മാത്രമേ ഈ മന്ത്രിസഭയ്ക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല. മറ്റൊരു ടീം വേണം. ശക്തിയുള്ള, ഊർജമുള്ള, പ്രവർത്തിക്കാൻ കഴിവുള്ള, ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ടീം വേണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു. സുരേഷ്, എനിക്ക് പക്ഷേ ജേക്കബ് സാറ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വ്യൂ ആണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-5 മാസം ആവുന്നുള്ളൂ, 2-4 മാസം കഴിയുന്നുള്ളൂ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ആൻറ്റി ഇൻകംപൻസീസ് ഉണ്ടെങ്കിൽ തന്നെയും അതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമായ രീതിയിലുള്ള വിജയം കൈവരിച്ച ഒരു ടീമാണ് ഇപ്പോൾ കാണുന്ന ടീം. ഇപ്പോഴുള്ള ഈ മന്ത്രിസഭ വെച്ചിട്ട്, ഈ മന്ത്രിമാരെ വെച്ചിട്ടും ഇതേ KPCC പ്രസിഡന്റിനെ വെച്ചിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ടത്. കേരളത്തിലൊഴികെ കോൺഗ്രസിന്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പറയാൻ പറ്റില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയവും രണ്ടാണ്. പറയട്ടെ, അവിടെ ഇത് ഒന്നിട്ട് കാണരുത്. കാരണം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രവർത്തനം വളരെ ഭംഗിയായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറയുന്നു.
കുറച്ച് നേരത്തെ എൻ്റെ സുഹൃത്ത് വാഹിദ് നാട്ടിയവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പത്ത് വളരെ മൃഗീയമായ ഭൂരിപക്ഷം അരുവിക്കരയിൽ നേടിയെന്ന് പറഞ്ഞു. ഇത് രണ്ടിട്ട് കാണാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഒന്നായിട്ട് കാണുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആന്റി ഇൻകംബൻസി തരംഗമുണ്ടായിട്ട് പോലും കോൺഗ്രസിന് വളരെ നല്ല ഒരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് സാറ് പറഞ്ഞത് കോൺഗ്രസിൻ്റെ പല ടീമുകൾ വയസ്സായ വയസ്സായവർക്കൊന്നും മന്ത്രിമാരാവാൻ പാടില്ലെന്നുണ്ടോ? ഇതൊന്നുമല്ല ഇതിൻ്റെ കാരണം. ഇതിൻ്റെ കാരണം ഇതൊന്നുമല്ല, വളരെ വ്യക്തമാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനു മുൻപ് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ള തീരുമാനമാണ്. പാർട്ടി ശക്തിപ്പെടുത്താനായിട്ട് പല നേതാക്കൾക്കും താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. കാരണം കോൺഗ്രസിന്റെ ഒരു വലിയൊരു പരാജയം കഴിഞ്ഞ വർഷം നേരിട്ടതിന്റെ ഒരു വലിയൊരു കാരണം, പരാജയത്തിന്റെ ഒരു കാരണം കോൺഗ്രസിന്റെ പല നേതാക്കൾക്കും താഴെത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സമയം. അത് തന്നെ ഞാൻ പറയുന്നത്. പല നേതാക്കൾക്കും താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല. അവർക്ക് ജി കാർത്തികേയനെ പോലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ ചെറുപ്പക്കാർ KSUവിലൂടെ വളർന്നു വന്നുള്ള നേതാവാണ്. അദ്ദേഹത്തിനൊക്കെ ഞാനൊക്കെ KSUവിലേക്കും കോൺഗ്രസിലേക്കും വരുന്ന സമയത്ത് അദ്ദേഹമാണ് നമ്മുടെ നേതാവ്. ഒരു ജി കാർത്തികേയനെ കിട്ടിയാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തിളങ്ങുമെന്ന് വിചാരിക്കാൻ എന്താണ് പറയുന്നത്? ഞാൻ പറയട്ടെ, ജി കാർത്തികേയനെ പോലുള്ള നേതാക്കൾ, ഇപ്പോൾ CN ബാലകൃഷ്ണനെ പോലുള്ള നേതാക്കൾ. CN ബാലകൃഷ്ണൻ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവാണ്. CN ബാലകൃഷ്ണൻ തൃശ്ശൂർ ജില്ലയിലെ പ്രവർത്തിക്കാൻ സാധിക്കാതെ നേതാവാണെന്ന് പറയുന്നത് ആര്? അജി കുര്യാക്കോസും ഒരു വിഭാഗവും മറ്റേ വിഭാഗം അങ്ങനെയല്ലല്ലോ. എത്ര വിവാദം ഉണ്ടായിരുന്നു. ഇതിൽ വിഭാഗങ്ങളൊക്കെ ഒഴിവാക്കുക. VM സുധീരൻ വന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് ഇപ്പം ഇടതുപക്ഷത്തിലാണ് വിഭാഗീയതയുള്ളത്. കോൺഗ്രസിനകത്ത് VM സുധീരൻ വന്നതിന് ശേഷം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം അറുതി വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രൂപ്പ് പ്രവർത്തനം, വിഭാഗീയ പ്രവർത്തനങ്ങളല്ല, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. കോൺഗ്രസിൽ I ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, A ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അത് ഒരു പാർട്ടിയിലാവുമ്പോൾ പല വിഭാഗങ്ങളായിട്ട് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു അടിവരയിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങളെ കുറിച്ചല്ല ഇവിടെ സംസാരം. കോൺഗ്രസിനകത്ത് ചില നേതാക്കൾ, ചില പ്രാദേശികമായി ശക്തിയുള്ള ചില നേതാക്കൾ കോൺഗ്രസിന്റെ ഭരണശിലാരംഗത്ത് വന്നപ്പോൾ പ്രാദേശികമായി കോൺഗ്രസിന് ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരികയും അവിടെ കോൺഗ്രസിന് പാർട്ടിക്ക് ചില ക്ഷീണം വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നേരത്തെ നമ്മുടെ എല്ലാ പ്രേക്ഷകരും പറഞ്ഞതുപോലെ തന്നെ ഇത് കോൺഗ്രസിന്റെ ഉള്ളിലുള്ള ഒരു വിഷയമാണ്. അതായത് കോൺഗ്രസിനകത്ത് ചില മാറ്റങ്ങൾ വരുന്നു. ആ പാർട്ടിക്കകത്ത് ചില നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുന്നു. അതല്ലാതെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഴിമതി കൊണ്ടോ അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടോ അതല്ലെങ്കിൽ പെർഫോമൻസ് മോശമായത് കൊണ്ടോ ഒന്നും അല്ലാതെ സംഭവിച്ചു. വളരെ ചുരുക്കി 2 വാക്കുകൾ ശ്രീ വാഹിദ് നാട്ടിക, സമയം തീരുകയാണ്, അതുകൊണ്ട് വളരെ ചുരുക്കി. അല്ല, ഇവരുടെ വിശ്വാസം ഇവരെ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആശീർവദിക്കാനുള്ളൂ. അതിനപ്പുറം എനിക്ക് പറയാനുള്ളത് ക്യാൻസർ ബാധിച്ച ശരീരത്തിൽ കുഴിനകം വെട്ടി മാറ്റിയിട്ട് കാര്യമില്ല. ഇത് ക്യാൻസർ ബാധിച്ചൊരു മന്ത്രിസഭയാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള വിധി ജനങ്ങൾ നൽകിക്കോളും. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്തതിൽ ജി കാർത്തികേയൻ നിയമസഭാ സ്പീക്കർ സ്ഥാനം ഒഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പാർട്ടി നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവ് ശ്രീ AK ആന്റണിയെയും ഇക്കാര്യം അറിയിച്ചു എന്ന് അദ്ദേഹം നേരിട്ട് പറയുന്നു. പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു, മുഖ്യമന്ത്രിയെ അറിയിച്ചു, കേന്ദ്ര നേതൃത്വത്തെ AK ആന്റണിയെ 3 പേരെയും അറിയിച്ചു എന്നാണ് ജി കാർത്തികേയൻ തന്നെ പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, അതോടൊപ്പം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ KPCC വക്താവ്, തത്സമയം സ്റ്റുഡിയോയിലെത്തിയ സാമൂഹ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, ഇടതുപക്ഷ നിരീക്ഷകൻ ശ്രീ വാഹിദ് നാട്ടിക. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.